നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഈ വ്യക്തിക്ക് പല പദ്ധതികളും മനസ്സിലുണ്ട്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളെക്കുറിച്ച് ഒരുമിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും അതുപോലെ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഈ വ്യക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോകാനോ അകന്നു പോകാനോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം മാറ്റിവെക്കുവാൻ സാധിക്കുന്നതല്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഏതൊക്കെയോ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടു മാറിപ്പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി അങ്ങനെ നിങ്ങളെ ഒട്ടും തന്നെ അങ്ങനെ അങ്ങോട്ട് മാറ്റിവെക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും മാറ്റിവെക്കാനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പുതിയ ജീവിതം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അത്രമാത്രം കോൺസെൻട്രേഷനോട് കൂടി അല്ലെങ്കിൽ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് വളരെയധികം ഭവ്യതയോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ നേരിടുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പല വിധത്തിലും ഈ വ്യക്തി ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വേദനിപ്പിച്ചു പോയിട്ടുണ്ടാകാം, പക്ഷെ അത് മനഃപൂർവ്വമാണെന്ന് മാത്രം. പക്ഷെ ഒരിക്കലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റിവെക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുകയുമില്ല. ഇവിടെ പൂർവികരുടെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം, ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പൂർവികർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം പുറകിലേക്ക് പോയാലും അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരുപാട് മാജിക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാജിക് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് അത് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളിൽ മാജിക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാജിക് തോന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു, എന്താ പറയാ, പല വിധത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെ മനസ്സിൽ വിചാരിക്കുന്നു ഇത് ഇതോടുകൂടി അവസാനിച്ചു അല്ലെങ്കിൽ ഇത് ഇതോടുകൂടി ഇല്ലാതെയായി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ അത് ദൂരേക്ക് നടന്നു നീങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്നും ഒരു മോചനമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. കാരണം നിങ്ങൾ മനസ്സിൽ നല്ല രീതിയിൽ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് അത് നിങ്ങൾക്ക് തരുവാനായി സാധിക്കും. അതിന് യാതൊരു തരത്തിലും നിങ്ങൾ പിന്നിലേക്ക് പോകേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ വ്യക്തിയുടെ സ്നേഹവും ഈ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റിയും നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനും നിങ്ങൾക്ക് പുതിയ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനും നിങ്ങൾക്ക് ഉറപ്പായും സാധിക്കും.
അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പൂവണിയാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു പൂവണിയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അതിവേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിവേഗത്തിൽ തന്നെ വരാൻ പോകുന്നു. ആ വേഗത്തിൽ വരുന്ന പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഒരു സന്തോഷമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നന്നായി തന്നെ അധ്വാനിക്കുന്നുണ്ട്, നന്നായി സമ്പാദിക്കാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണ് നിങ്ങളെ മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല. ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ വളരെയധികം ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെയും കൂടി അതിലേക്ക് കൊണ്ടുവരണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത്. അല്ലാതെ നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടായത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല. ഇത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്ന്. പക്ഷെ അതൊരിക്കലും താല്പര്യമില്ലായ്മയല്ല, നിങ്ങളെ സേഫ് ആക്കുകയാണ്, നിങ്ങളെ സംരക്ഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും ഈ പ്രണയബന്ധത്തിൽ സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ ഈ വ്യക്തി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തി ആർക്കും കൊടുക്കാൻ തയ്യാറല്ല. ആർക്കും കൊടുക്കാൻ തയ്യാറല്ല, ആരോടും പങ്കുവെക്കാനും തയ്യാറല്ല. ആർക്കും ഈ വ്യക്തി കൊടുക്കുകയില്ല. കാരണം ഈ വ്യക്തിക്ക് വേണ്ടിയുള്ള സ്നേഹം അത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിച്ചു വെക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഈ വ്യക്തി അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ചുള്ള വിജയത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടാകാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. അത് ഒരു യാഥാർത്ഥ്യമാക്കാനോ പ്രാവർത്തികമാക്കാനോ ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം പറ്റില്ലായിരിക്കാം. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വാക്ക് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഇത് ചെയ്തോളാം, ഞാൻ ഇതുടനെ ചെയ്യുന്നതാണ് എന്നൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വ്യക്തിക്ക് കുറച്ച് സ്റ്റെബിലിറ്റി വേണ്ടതായിട്ടുണ്ട്. സ്റ്റെബിലിറ്റി അതായത് ഒരു സ്ഥിരത വേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി പല കാര്യങ്ങൾക്കും, നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഈ വ്യക്തി ഉത്തരം നൽകുകയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല, താല്പര്യമില്ല എന്നുള്ളത്. ഈ വ്യക്തിക്ക് മറ്റൊരു ബന്ധമുണ്ടാകാം എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ ഈ വ്യക്തി അത്തരത്തിലുള്ളൊരു പേഴ്സൺ അല്ല. കാരണം ഈ വ്യക്തി നിങ്ങളോട് എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ്. മനസ്സിലെ സന്തോഷങ്ങൾ അതെല്ലാം തന്നെ ഈ വ്യക്തി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ്. സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. കാരണം സങ്കടപ്പെട്ട് ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമോ അല്ലെങ്കിൽ വിജയമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ അട്രാക്ട് ചെയ്യാനാണ്, ആകർഷിക്കാനാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് പലപ്പോഴും ഈ വ്യക്തിയെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ അത് ഒരിക്കലും അത് കേവലം ഒരു സംശയം മാത്രമാണ്. കാരണം ഈ വ്യക്തിയുടെ ചില പ്രവർത്തികൾ കണ്ടാൽ ആർക്ക് വേണമെങ്കിലും സംശയം തോന്നാം. അതുപോലെ നിങ്ങൾക്കും തോന്നുന്നു എന്ന് മാത്രം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതികൾ ഈ വ്യക്തിക്ക് നന്നായി തന്നെ ഉണ്ട്. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായനയുടെ തുടക്കത്തിൽ തന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.